ഓണമായാലും ഉത്സവമായാലും എന്താഘോഷമായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഓണർ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുളിക്കാതെയും ഉറങ്ങാതെയും കാത്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡൈഹാർഡ് ഫാൻസ് എല്ലാവരും ഒന്ന് അറിയാം. അപ്പം അതിന് ഏകദേശം ഒരു മറുപടി വന്നതായിട്ട് വിശ്വസിക്കാം. കുവൈറ്റ് മലയാളിയായിട്ടുള്ള BP നാസറിന്റെ നേതൃത്വത്തിലുള്ള ഫ്രണ്ട് ലൈൻ ലോജിസ്റ്റിക്സ് ഉൾപ്പെടുന്ന 10 കൺസോർഷ്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റെടുക്കാൻ പോകുന്നതെന്നാണ് നിലവിൽ കിട്ടുന്ന റിപ്പോർട്ട്. 10 രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുകയാണ് ഈ ഫ്രണ്ട് ലൈൻ ലോജിസ്റ്റിക്സിന്റെ ബിസിനസ്. കുവൈറ്റ്, UAE, ഇറാഖ്, സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ, ലബനൻ, ഇന്ത്യ എന്നീ രാജ്യങ്ങളിൽ ഇവർക്ക് സ്ഥിരമായിട്ടുള്ള സാന്നിധ്യമുണ്ട്. ഇതിന്റെ മലയാളി കണക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2009 സ്ഥാപിതമായ ഇതിന്റെ കമ്പനിയുടെ ആസ്ഥാനം കുവൈറ്റിലെ ഫവാനിയാണ്. ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് മലപ്പുറം എരമംഗലം സ്വദേശിയായിട്ടുള്ള BP നാസർ എന്ന് പറയുന്ന വ്യക്തിയാണ്. അതുകൂടാതെ മറ്റു 4 ആളുകളും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു കമ്പനി രൂപീകരിച്ചത്. ഇന്ന് 500-ലധികം സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്ന വമ്പൻ ബഹുരാഷ്ട്ര കമ്പനിയായിട്ടുള്ള ഈ ഒരു ലോജിസ്റ്റിക്സ് സ്ഥാപനത്തിന് ബ്ലാസ്റ്റേഴ്സിനെ പോലെ ഒരു കമ്പനിയെ ടേക്ക് ഓവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. അപ്പം ഇവർക്ക് ലോജിസ്റ്റിക്സിന് പുറമെ മറ്റു ചില മേഖലകളിലും കൂടി ഇവർ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ലോജിസ്റ്റിക്സ്, റീലൊക്കേഷൻ, ഇന്റർനാഷണൽ ജനറൽ ട്രേഡിംഗ്, എക്സ്പ്രസ് ഏവിയേഷൻ, ഹോസ്പിറ്റാലിറ്റി, പ്രോപ്പർട്ടി മാനേജ്മെന്റ്, പ്രൊജക്ട്സ്, ലോജിസ്റ്റിക് അക്കാദമി തുടങ്ങി ബഹുമുഖ മേഖലകളിൽ വിജയം വരിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പ് ഒറ്റയ്ക്കല്ല കേരള ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റെടുക്കുന്നത്. ഈ കുവൈറ്റ് മലയാളിയുടെ നേതൃത്വത്തിലുള്ള ഫ്രണ്ട് ലൈൻ കൺസോർഷ്യം കൂടാതെ ഫ്രണ്ട് ലൈൻ ഗ്രൂപ്പ് ഉൾപ്പെടുന്ന ഈ കൺസോർഷ്യത്തിൽ 10ഓളം മറ്റ് UAE ഗ്രൂപ്പുകളുമുണ്ട്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിലേക്ക് കേരളത്തിൽ വേരുകളുള്ള ഓയിൽ മണി ഒഴുകി തുടങ്ങും എന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പം ഫ്രണ്ട് ലൈനെ കൂടാതെ മറ്റ് ഏതൊക്കെ ആളുകളുടെ പങ്കാളിത്തത്തോടു കൂടിയുള്ള കൺസോർഷ്യമാണ് ബ്ലാസ്റ്റേഴ്സിനെ ടേക്ക് ഓവർ ചെയ്യുന്നതെന്ന് നമുക്ക് കാത്തിരുന്നറിയാം. ഏതായാലും BP നാസർ എന്ന മലയാളിയുടെ ഫ്രണ്ട് ലൈൻ ഗ്രൂപ്പിന് ഇതിൽ സാന്നിധ്യമുണ്ടെന്ന് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നു.